കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ഡിഷാണ്. അപ്പൊ സാധാരണ നമ്മള് കുറേ പഞ്ചസാരയൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഒരു ഡെസേർട്ടുകൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ഈന്തപ്പഴം വെച്ചിട്ട് ഒരു നല്ലൊരു സ്വീറ്റ്. അപ്പൊ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഷുഗർ ഒന്നും ഉപയോഗിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈന്തപ്പഴത്തിൽ നല്ല സ്വീറ്റ് ഉണ്ട്. അതേപോലെ പഴം, അപ്പൊ ഒന്നുമില്ല നമുക്ക് പൂവമ്പഴം ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാളയംകോടൻ പഴം, അതൊന്നുകൂടി മധുരം ഉണ്ടാവില്ല, അത് ഉപയോഗിക്കാം. അപ്പൊ ഈ ഈന്തപ്പഴം മിക്കവാറും എല്ലാവരുടെ വീട്ടിലും കുറച്ചുണ്ടാവില്ല. അപ്പൊ ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നോടി സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആണ് കേട്ടോ. ഒരു 20 ഡേറ്റ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഡേറ്റ്സ് ഞാൻ അതിന്റെ കുരുവൊക്കെ കളഞ്ഞിട്ടേ നല്ല ചൂടുവെള്ളത്തില് കുതിർത്തിട്ടു. അപ്പൊ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. ഇത് നമുക്ക് നമ്മുടെ നന്നായി അരയണ മിക്സിയുടെ കപ്പിലേക്ക് മാറ്റാം. ചൂടുവെള്ളം ഇപ്പൊ തണുത്തുട്ടോ. അപ്പൊ മിക്സിയുടെ കപ്പിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ പൂവമ്പഴം നല്ല പഴുത്തത് മാറ്റി വെച്ചത് അതാണ് എടുത്തിരിക്കുന്നത്. പാളയംകോടൻ പഴം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. ഇതൊന്ന് നോക്കിയിടാം കേട്ടോ. ഇത് 4 എണ്ണം ഡേറ്റ്സ് ഞാനൊരു 20 എണ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. അത് നോക്കി നിങ്ങൾ ആഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മള് ഇത് അരച്ചെടുത്തുകൊണ്ട് പഴവും ഈന്തപ്പഴവും കൂടിയിട്ട് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പ് കോൺഫ്ലവർ അതൊരു പാത്രത്തിലേക്ക് ഇടാം. 1 പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്, അതായത് 500 ml മിൽക്ക്. ഇത് കുറച്ച് ഇതിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് കോൺഫ്ലവർ നമ്മൾ നേരെ ഇട്ട് കഴിഞ്ഞാല് ചിലപ്പോ അത് പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ പഴത്തിന്റെ അതൊന്നും ഞാൻ ഇളക്കിയതിന്റെ ഒരു കളറാണ് കേട്ടോ, കുഴപ്പമില്ല. നമ്മളൊരു നോൺ സ്റ്റിക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നേരത്തെ കോൺഫ്ലവറിൽ നമ്മൾ കുറച്ച് പാലൊഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പാല് ഈ പാത്രത്തിലേക്ക് ഇനി നമ്മൾ കോൺഫ്ലവർ കലക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം നന്നായി താത്തി വെക്കാട്ടെ. അപ്പൊ ഇനി നമ്മൾ അരച്ചു വെച്ച ഈന്തപ്പഴവും പഴവും അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ കോൺഫ്ലവർ ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കട്ടിയായി കിട്ടും ചെയ്യും. ഒരുപാട് നേരമൊന്നും വേണ്ട. അപ്പൊ മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം.
ഏകദേശം ഒരു 10 മിനിറ്റ് ഞാനിങ്ങനെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു കട്ടി ഉണ്ടല്ലോ, ഇത്രയും കട്ടി മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് സെർവിങ് ബൗളിലേക്കോ അല്ലെങ്കിൽ വേറെ ഒരു പരന്ന പാത്രത്തിലേക്കോ ഇതിലേക്കെങ്കിലും മാറ്റാം കേട്ടോ. ഇത് ചൂടാറുമ്പോൾ കട്ടിയായിട്ട് വരും. ഇനി നമുക്ക് ഇതില് കുറച്ച് പിസ്തയോ ഡേറ്റ്സോ എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, അതായത് വളരെ കുറച്ച് ടൈം കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്വീറ്റ് ആണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എന്നുള്ളതാണ് കേട്ടോ അതിന്റെ ഹൈലൈറ്റ്. ഒരു ചെറിയും കൂടി വെച്ച് കൊടുക്കണം ഞാൻ. ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ച് കഴിച്ചാൽ സൂപ്പർ ആയിരിക്കും കേട്ടോ.